ഇവിടെ ഹീറോയിൻ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ട് ഹസ്ബൻഡിന് വേണ്ടി ഫുഡെല്ലാം ഉണ്ടാക്കി വെക്കുകയാണ്. അവൻ ഓഫീസിൽ പോകുമ്പോഴും ഇവളാണെങ്കിൽ ഡോർ വരെ വന്നാൽ സന്തോഷത്തോടെ പറഞ്ഞേക്കുന്നുണ്ടാവും. ഇത് കാണുന്ന ഇവളുടെ ഹസ്ബൻഡും ഇവളെ പോലെ ഒരു കെയറിംഗ് ആയ വൈഫിനെ കിട്ടുന്നതിന് സന്തോഷിക്കുകയാണ്. അങ്ങനെ അവൻ ഓഫീസുകാരന് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഇവളാണെങ്കിൽ അവൻ ഇഷ്ടമുള്ള ഡിന്നർ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ആക്ച്വലി ഹീറോയിൻ കല്യാണ ശേഷം അവളുടെ ഇഷ്ടങ്ങളെല്ലാം മറന്ന് ഹസ്ബൻഡിന്റെ ഇഷ്ടങ്ങളെ പൂർത്തിയാക്കുന്ന ഒരു വൈഫായിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ഹീറോയിന് ഹസ്ബൻഡും ആ വീടും അല്ലാതെ വേറെ ലോകം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം ഇവളുടെ അടുത്ത വീട്ടിലാണെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടാവും. ആ സമയം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹീറോയിനാണെങ്കിൽ ഹസ്ബൻഡ് എണീറ്റുണ്ടാകും. അവന് കോഫി ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ പോയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന പറഞ്ഞ് വീട്ടിലേക്ക് വരും. പക്ഷേ ഹീറോയിൻ വീട്ടിൽ പോകുന്ന സമയത്ത് ആണെങ്കിൽ അവിടെ ഇവരുടെ നൈബർ ലേഡി ഉണ്ടാവും. ആ സമയം ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അവൾക്ക് വേണ്ടി കോഫി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് കാണുന്ന ഹീറോയിൻ ആണെങ്കിൽ ഇതുവരെ നമ്മൾക്കായിട്ട് ഒരു കോഫി ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെടുകയാണ്. അങ്ങനെ ഇവള് തുണിയെല്ലാം കഴുകാനിടുന്ന സമയത്താണെങ്കിൽ അവന്റെ ഷർട്ടിൽ നിന്ന് ഗേൾസ് യൂസ് ചെയ്യുന്ന പെർഫ്യൂമിന് സ്മെല്ല് വരുന്നുണ്ടാവും. പക്ഷെ ആ സമയം ഇവൾക്ക് ഒരു കോൾ വരുന്നുണ്ടെങ്കിൽ ഇവളെ കാര്യം ശ്രദ്ധിക്കാതെ വിടും. അങ്ങനെ നൈറ്റ് ടൈം കഴിക്കുന്ന സമയത്താണെങ്കിൽ ഹീറോയിന്റെ ഫ്രണ്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സിറ്റിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന അവളെ 2 ദിവസം വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വരാൻ വരട്ടെ ചോദിക്കുകയാണ്. ഇത് കേട്ടോടനെ ഇവളുടെ ഹസ്ബൻഡ് ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ അവളും ആ വീട്ടിലേക്ക് വരും. അവള് കഴിക്കാനിരിക്കുന്ന സമയത്താണെങ്കിൽ ഹീറോയിന്റെ ഹസ്ബൻഡ് അവൾ ഒരുമാതിരി നോക്കുന്നുണ്ടാകും. എന്നാൽ ഇതാണെങ്കിൽ ഹീറോ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം ഹീറോയിനും അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആവാണ്. ആ സമയം ഇവളുടെ ഹസ്ബൻഡ് കൂടെ വരാന്ന് പറയും. പക്ഷെ കാർ എടുക്കുന്ന സമയത്താണെങ്കിൽ ഇവൻ ഫോൺ മറന്നു വെച്ചെന്ന് പറഞ്ഞ് വീട്ടിൽ എടുത്തിട്ട് വരാമെന്ന് വീട്ടിലേക്കും വരും. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ അമ്പലത്തിലേക്കും പോവുകയാണ്. അവിടെ ഹീറോയിന്റെ ഫ്രണ്ടിനെ കൊണ്ട് ഫോൺ എടുത്ത് തന്നെ പറയാണ്. പക്ഷെ അവൾ എടുക്കുന്ന സമയത്താണെങ്കിൽ ഇവൻ അവളെ തെറ്റായ രീതിയിൽ നോക്കുകയാണ്. എന്നിട്ട് അവളോട് കുറച്ച് ചൂടുവെള്ളം വെച്ച് തരാൻ പറയാണ്. അങ്ങനെ അവളെ കിച്ചണിലുള്ള സമയത്താണെങ്കിൽ ഇവൻ അവളുടെ പിന്നാലെ പോയി നിൽക്കുകയാണ്. പക്ഷെ ഇവന്റെ ഇന്റൻഷൻ മനസ്സിലാക്കുന്ന അവളാണെങ്കിൽ ഇവനെ പേടി തള്ളി വിടും. ആ സമയത്ത് അടുത്തുണ്ടായിരുന്ന പാനി അവൻ തള്ളി വീഴുകയാണ്. ആ സമയമായിരിക്കും അമ്പലത്തിൽ പോയ ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് വരിക. വീട്ടിൽ മയങ്ങി കിടക്കുന്ന ഹസ്ബൻഡിനെ കാണുന്ന ഹീറോയിൻ ആണെങ്കിൽ ഷോക്ക് ആവും. ആ സമയത്തായിരിക്കും അവന് ഫോണിലേക്ക് കോൾ വരിക. അതിൽ അമ്മാനെ സേവ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ എടുത്ത് നോക്കിയാൽ അതിലാണെങ്കിൽ വേറെ പെണ്ണായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അപ്പോഴായിരിക്കും ഹീറോയിന്റെ ഹസ്ബൻഡ് വേറൊരു പെണ്ണായിട്ട് അഫയറുള്ള കാര്യം ഹീറോ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ദേഷ്യത്തിൽ അവനെ കൊല്ലുകയാണ്. അടുത്തത് എന്ത് സംഭവിച്ചെന്ന് അറിയാനായിട്ട് പാർട്ട് 2 കമന്റ് ചെയ്ത് വീഡിയോക്ക് ലൈക്കും ചെയ്യുക.